ഹായ് ഫ്രണ്ട്സ്, SSC സിംപ്ലിഫൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡേ 3 ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അതിൽ നമ്മളിപ്പോൾ കൺട്രി, ക്യാപിറ്റൽ, SSC അനലോഗിയിൽ പഠിക്കുന്നുണ്ട്, റീസണിങ് അനലോഗിയിൽ. ഓക്കെ, പിന്നെ നമ്മൾ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ കാര്യം ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്, പറയുന്നുണ്ട്. അത് ഇവിടെയും ആ വീഡിയോയിലും പറയുന്നുണ്ട്. അത് 1 കോടി മേലെ ആൾക്കാർ കണ്ട വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെ വീഡിയോ കാണാം, ഞാനും ജസ്റ്റ് പറ്റുന്ന രീതിയിൽ അവസാനം പറയാം. അതിൻ്റെ നമുക്ക് ഷെഡ്യൂൾ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് പോകാം. ഈ കൺട്രി ക്യാപിറ്റലിനെ അവസാനം വീഡിയോന്റെ എൻഡിൽ ഫുൾ സ്ക്രീനിൽ ഇട്ട് തരാം. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി. ഓക്കെ, സെറ്റ്. ഇനി ക്യൂബ് 1 to 28 ആണ്. 1 to 15 വരെ എന്തായാലും അറിഞ്ഞിരിക്കുക. ഓക്കെ, നമ്മൾ സ്ക്വയർ എഴുതി വെച്ച പോലെ ഒരു വൈറ്റ് പേപ്പറിൽ ചുമരിൽ എഴുതി ഒട്ടിക്കുക. എന്നിട്ട് അത് ഡേ ടു ഡേ ലൈഫിൽ കണ്ട് പഠിക്കുക. ഇംഗ്ലീഷ് നമ്മൾ ആൽഫബറ്റ് പഠിച്ചായിരുന്നു, എയുടെ ആൽഫബറ്റ് പഠിച്ചായിരുന്നു അത് വരെയുള്ളത്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുക. 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെ റീസണിങ് അനലോഗിയുടെ ക്ലാസ് കേൾക്കുക. ഒപ്പം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് കൺട്രി ക്യാപിറ്റൽ പഠിക്കണം. പിന്നെ നമ്മളുടെ ഏൻഷ്യന്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആവുന്നതോടെ ഡേ 3 ടാർഗറ്റ് ചെയ്യുന്നതോടെ ഏൻഷ്യന്റ് ഹിസ്റ്ററി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ അരിഹന്തിൻ്റെ ബുക്കോ അല്ലെങ്കിൽ ലൂസനിൻ്റെ ബുക്കോ റിവിഷൻ ചെയ്തിട്ട് നമ്മൾ പിനാക്കലിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് തുടങ്ങും. CGL അതുപോലെ CHSL CPOൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്ത് നമ്മളത് സെറ്റാക്കി എടുക്കും. ഓക്കെ, അപ്പം നമ്മൾ ഈ ബുക്കുകളില്ലാത്തവർ നമ്മൾ ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് പോവുക. ബുക്കുകൾ വാങ്ങാൻ നോക്കുക. ഇപ്പം നമ്മൾ ബ്ലാക്ക് ബുക്കിന്റെ ഷെഡ്യൂൾ തുടങ്ങി. ഇപ്പോൾ ബ്ലാക്ക് ബുക്ക് വാങ്ങാൻ നോക്കുക, ഇംഗ്ലീഷിന്റെ. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം. പിന്നെ പിനാക്കിൾ വാങ്ങാൻ നോക്കുക. ഇപ്പോൾ റീസണിങ്ങിന് 6th എഡിഷൻ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് വാങ്ങിയിട്ട് നമ്മൾ POQ സോൾവ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് ബുക്കുകൾ എന്തായാലും വാങ്ങാം. കാര്യം നമുക്ക് POQ ആണ് ഇതിന്റെ മെയിൻ ഒരു കോർ പാർട്ട് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് സോൾവ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ പിനാക്കിൾ വാങ്ങാം ഇതിന്റെ. ഇപ്പോൾ റീസണിങ്ങിന്റെ നമുക്ക് വേണം. നമുക്ക് കിരൺസിന്റെ ബുക്ക് ആയാലും മതി കേട്ടോ. കിരൺസും നല്ല പബ്ലിക്കേഷൻ ആണ് POQന്. പിനാക്കിളും നല്ലതാണ്. ഞാൻ പിനാക്കിളാണ് പഠിക്കാറ്. നിങ്ങൾ ഇതിൽ ഇഷ്ടമുള്ളത് പഠിച്ചോ, രണ്ടും നല്ലതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പിന്നെ അതുപോലെ തന്നെ അരിഹന്തിന്റെ ബുക്കിന്റെ കാര്യം പറഞ്ഞു. നോട്ട് എഴുതുന്നവർ ആ സാറ് PPTയിൽ പറയുന്ന കാര്യങ്ങൾ കംപ്ലീറ്റ് എഴുതണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് ഈ ബുക്കിൽ ഇല്ലാത്ത കാര്യം മാത്രം എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് നോട്ട് എപ്പോഴും കുറച്ച് വെക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്കത് റിവിഷനും ചെയ്യാനൊക്കെ നല്ല ഒരു കാണുമ്പോൾ തന്നെ നമുക്കൊരു വേസ്റ്റ് ചെയ്യാൻ തോന്നും. കുറേ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നോട്ട് എഴുതുമ്പോൾ അത് ചിന്തിക്കുക, നമുക്ക് ഒരു 4-5 തവണ എങ്കിലും വായിക്കേണ്ട ബുക്കാണ്. അപ്പോൾ അത്രയും കുറച്ച് കാര്യങ്ങൾ മാത്രം എഴുതുക. അത്രയും തന്നെ ഉള്ളൂ നമുക്ക് ഡേ 3. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു സ്ക്വയർ റൂട്ടിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു പോവാം. അത് വീഡിയോയിലുണ്ട്, ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം. ഓക്കെ, നമ്മൾ ഒരു സ്ക്വയർ റൂട്ടിൽ യൂണിറ്റ് ഡിജിറ്റ് ഇവിടെ 121 നമ്മളുടെ നമ്പർ. ഓക്കെ, 121 ആണെങ്കിൽ ഇവിടെ യൂണിറ്റ് ഡിജിറ്റ് 1 ആണ്. ഈ യൂണിറ്റ് ഡിജിറ്റ് 1 ആണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താകാം? 1 ഓ 9 ഓ ആകാം. ഓക്കെ, നമ്മൾ റൂട്ട് 121 എന്ന് പറയുമ്പോൾ അത് 11 ആകാം. റൂട്ട് 81 എന്ന് പറയുമ്പോൾ അത് 9 ആകാം. അതായത് യൂണിറ്റ് ഡിജിറ്റ് 1 വന്നു കഴിഞ്ഞാൽ അത് 9 ആകാം, അല്ലെങ്കിൽ 1 ആകാം. ഓക്കെ, അതുപോലെ യൂണിറ്റ് ഡിജിറ്റ് 4 ആണ്. റൂട്ടിനുള്ളിലുള്ള യൂണിറ്റ് ഡിജിറ്റ് 4 ആണെങ്കിൽ ആൻസർ എന്താവാം? ആൻസറിന് യൂണിറ്റ് ഡിജിറ്റ് 2 ഓ 8 ഓ ആകാം. നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു പോർഷൻ നമ്മൾ പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. ഓക്കെ, പിന്നെ 5 ആണെങ്കിൽ 5 തന്നെ, 6 ആണെങ്കിൽ 576, 4 ഓ 6 ഓ ആകാം ആൻസർ. സ്ക്വയർ റൂട്ടിനുള്ളിൽ 6 ഉണ്ടെങ്കിൽ, യൂണിറ്റ് ഡിജിറ്റ് 6 ഉണ്ടെങ്കിൽ 4 ഓ 6 ഓ ആകാം. 9 ഉണ്ടെങ്കിൽ 3 ഓ 7 ഓ ആകാം. പിന്നെ ഈ 4 നമ്പർ 2, 3, 7, 8 അതാണ് ഈ സ്ക്വയർ റൂട്ടിനുള്ളിൽ യൂണിറ്റ് ഡിജിറ്റ് ആയിട്ട് വരുന്നതെങ്കിൽ എന്തുണ്ടാവില്ല? അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവില്ല. അപ്പോൾ അതിനെന്തൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടും ഉണ്ടാവില്ല. ഓക്കെ, സെറ്റ്. നമ്മൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് നോക്കാം. ഇവിടെ 5776 5776 നമ്മൾ ലാസ്റ്റ് ഈ ഒരു നമ്പർ ഇങ്ങനെ പെയർ ചെയ്ത് വെച്ചു. ലാസ്റ്റ് 2 ഡിജിറ്റ് ഒരു പെയറാക്കി എഴുതി വെച്ചിട്ട് നമ്മൾ ഏത് നമ്പറാണ് 57 എടുക്കുക. 57 എന്ന് പറയുമ്പോൾ ഏതിൻ്റെയൊക്കെ സ്ക്വയറിൻ്റെ ഇടയിൽ വരുന്നതാണ്? 7ൻ്റെ സ്ക്വയർ എത്രയാണ്? 49. 8ൻ്റെ സ്ക്വയർ 64. ഓക്കെ, അപ്പോൾ ഇത് 64-നേലും വലുതല്ല, 7-നേലും വലുത്, 49-നേലും വലുതാണ്. അപ്പോൾ നമ്മൾ എന്ത് എഴുതുക? ഫസ്റ്റ് നമ്പർ നമ്മളുടെ 7 ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്പർ 7 ആയിരിക്കും. അതെന്താണ്? നമ്മൾ ലാസ്റ്റ് 2 നമ്പർ പെയർ ചെയ്തു, എന്നിട്ട് ഈ ഒരു നമ്പർ മാത്രം എടുത്തു, എന്നിട്ട് അത് ഏതിൻ്റെ ഇടയിലാണ് നോക്കുക? അപ്പോൾ അത് 7 സ്ക്വയറിൻ്റെയും 8 സ്ക്വയറിൻ്റെ ഇടയിലാണ്. അപ്പോൾ 64-നും വലുതല്ല, താഴെയാണ്. അപ്പോൾ 7 ആണ് നമ്മളുടെ ഫസ്റ്റ് നമ്പർ, ഫിക്സ്. അടുത്ത നമ്പർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ 57 ഇതിലേതിനോടാണ് അടുത്ത് നോക്കുക? 7 സ്ക്വയറിനാണോ 8 സ്ക്വയറിനോടാണ് അടുത്ത് നോക്കുക? അപ്പോൾ 57-ൽ ഇവിടെ 64-ന് എത്ര അടുത്താണ്? 7. അതായത് 57-നൊപ്പം ഒരു 7 കൂട്ടിക്കഴിഞ്ഞാൽ 64 കിട്ടും. അതുപോലെ തന്നെ 49-നൊപ്പം ഒരു 8 കൂട്ടിയാലാണ് നമുക്ക് എന്ത് കിട്ടുള്ളൂ? 57 കിട്ടുള്ളൂ.
അപ്പോൾ ഇവിടെ കൂടുതലെടുത്ത് ഏതാണ്? 8² ആണ്. അതായത് വലിയ നമ്പറാണ് കൂടുതലെടുത്ത്. അപ്പോൾ നമ്മൾ ഈ യൂണിറ്റ് ഡിജിറ്റ് 6 ആണെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു? 4 6 ആകാം എന്ത് ആൻസറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ്, 4 6 ആകാം. ഇവിടെ ചെറുതാണോ വലുതാണോ നോക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ ഏതിനോടാണ് അടുത്ത്? വലിയ സ്ക്വയർ നോഡല്ലേ, 8 എന്ന് പറയുന്ന വലിയ സ്ക്വയർ നോഡാണ് ഇത് കൂടുതലെടുത്ത്. ഓക്കെ, 8 എന്ന് പറയുന്ന വലിയ സ്ക്വയർ നോഡാണ് ഇതടുത്ത്. അപ്പോൾ വലിയ നമ്പർ ആയിരിക്കും ഇതിൻ്റെ ആൻസർ 76. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തൊരു വീഡിയോ കണ്ടാൽ ഒബ്വിയസ്ലി മനസ്സിലാവും കേട്ടോ. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മലയാളത്തിൽ പറഞ്ഞു തന്നതാണ്. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടാലും മതി. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് രണ്ട് നമ്പർ നമ്മൾ വേറെ ചെയ്ത് വെച്ചു. 620. 620 എന്ന് പറയുമ്പോൾ 24ൻ്റെ സ്ക്വയർ എത്രയാണ്? 576. 25ൻ്റെ സ്ക്വയർ എത്രയാണ്? 625. ഇതിന് രണ്ടിനും ഇടയിലാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് നമ്പർ എന്താ? 625ന് മേലെയല്ല, താഴെയാണ്. അപ്പോൾ ഫസ്റ്റ് നമ്പർ നമുക്ക് എന്ത് കിട്ടി? 24 ഫിക്സ് ആയിട്ട് കിട്ടി. ഇനി ലാസ്റ്റ് നമ്പർ കിട്ടാനായിട്ട് നമ്മൾ ഈ 620 എന്ന് പറയുന്നത് ഏതിനോടാണ് അടുത്ത്? ഇതിനോട് ഒരു 5 കൂട്ടിയാൽ മതി. ഓക്കെ, ഇതിനോട് അത്യാവശ്യം വലിയ നമ്പറാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, 24 വേണം, പിന്നെ ഒരു 25 വേണം. അപ്പോൾ കുറച്ച് വലുതാണ്. അപ്പോൾ ഇവിടെ 25നോടാണ്, അതായത് വലിയ സ്ക്വയറിനോടാണ് അടുത്ത്. ഓക്കെ, അപ്പോൾ 4 ആകുമ്പോൾ നമ്മൾ ഏതൊക്കെ നമ്പർ വരാം? 2 8 ആകാം. ഓക്കെ, ഇവിടെ നമുക്ക് 4 യൂണിറ്റ് ഡിജിറ്റ് കാണുമ്പോൾ തന്നെ ഇവിടെ എന്താവാം? 4 അല്ല, 1 ആണ്. ഇവിടെ സ്ക്വയർ റൂട്ടിലുള്ളതിൻ്റെ ഇതാണ് നോക്കേണ്ടത്. 1 ആകുമ്പോൾ നമ്മളുടെ ആൻസർ എന്ത് വരാം? 1 9 വരാം. 1 9 വരാം. ഓക്കെ, ഇവിടെ വലിയ സ്ക്വയറിൻ്റെ അടുത്തായത് കൊണ്ട് വലിയ ആൻസർ ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത്ര നമ്മളുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളൂ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് കൂടുതൽ ഇങ്ങനത്തെ കണ്ടൻറ്റൊക്കെ ഡിസ്കസ് ചെയ്യാൻ നോക്കാം, ഷെഡ്യൂൾ തീർത്ത് പോകാൻ നോക്കാം. ഓക്കെ.